ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വരാൻ പോകുന്ന എക്കണോമിക്സ് +1 എക്കണോമിക്സ് എക്സാമിന് നമുക്ക് പ്രധാനമായിട്ടും തിയറി പോർഷനിൽ നിന്നും ആദ്യത്തെ 2 ചാപ്റ്ററും അതേപോലെ തന്നെ പ്രോബ്ലം ബേസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും 2 ചാപ്റ്റർ, മൊത്തം ഒരു 4 ചാപ്റ്ററിൻ്റെ എക്സാമാണ് വരാൻ സാധ്യത. പൊതുവെ 80 മാർക്കിനായിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. അതിലൊരു 40 മാർക്കോളം നമുക്ക് തിയറി ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ടൊരു ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിലും അപ്പോൾ നമുക്ക് ആ 2 ചാപ്റ്ററിൽ നമുക്ക് മൊത്തത്തിൽ ഒരു ഓവറോൾ ഒരു പഠനം നമുക്ക് നടത്തേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കത് ഒരു ഓർഡറിൽ തന്നെ നമുക്കതങ്ങ് പറഞ്ഞു പോവാം. എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആ ഓരോ ഭാഗത്തു നിന്നും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയുള്ളതായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ചരിത്ര വശങ്ങൾ അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങളാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് അവരുടെ 2-fold ഒബ്ജക്റ്റീവ്സ്, ബ്രിട്ടീഷുകാരുടെ 2-fold ഒബ്ജക്റ്റീവ്സ് ആണ്. അവരൊരു 2 തരം ലക്ഷ്യങ്ങളാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അവർ നടപ്പിലാക്കിയത്. ഒന്ന്, ടു യൂസ് ഇന്ത്യ ആസ് സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഫോർ ദ ബ്രിട്ടീഷ് ഇൻഡസ്ട്രി. ഒന്ന്, ഇന്ത്യയെ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്ക് വേണ്ട റോ മെറ്റീരിയലിൻ്റെ സോഴ്സ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതാണ് ഒന്നാമതായിട്ട് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് ടു കൺവേർട്ട് ഇന്ത്യ ഇൻ ടു എ മാർക്കറ്റ് ഫോർ ദ ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ മാനുഫാക്ചർ ചെയ്ത ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റിയ നല്ലൊരു മാർക്കറ്റാക്കി, നല്ലൊരു വിപണിയാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ്. ചോദ്യം ഇതല്ല. ചോദ്യം പ്രധാനമായിട്ടും വരുന്നത് വാട്ട് ആർ ദ എഫക്റ്റീവ്സ് ഓഫ് 2-fold ഒബ്ജക്റ്റീവ്സ്. അത് പല രീതിയിൽ വേണമെങ്കിൽ വരാം. ചിലപ്പോൾ ആ ഒരു 2-fold ഒബ്ജക്റ്റീവ് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ബ്രിട്ടീഷുകാർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 2-fold ഒബ്ജക്റ്റ് കൊണ്ട് സംഭവിച്ചത് എന്താണ്, ഇന്ത്യൻ എക്കോണമി അത് എങ്ങനെ എഫക്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അത്തരം ഒരു ചോദ്യം വരികയാണെങ്കിൽ പ്രധാനമായിട്ട് അതൊരു വലിയ മാർക്കിന്റെ ചോദ്യം തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു 4-5 കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റണം. ഒന്ന്, 2-fold ഒബ്ജക്റ്റീവ്സ് പ്രൊമോട്ടഡ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ് ആൻഡ് ഹാർമഡ് ഇന്ത്യൻ ഇൻട്രസ്റ്റ്. ഇത്തരത്തിലുള്ളൊരു ലക്ഷ്യം ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ താല്പര്യത്തെ വളരെയധികം ദോഷകരമായി ബാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇറ്റ് ഡിസ്ട്രോയ് ദ ഇന്ത്യൻ ഫ്ലറിഷിംഗ് കോട്ടേജ് ഇൻഡസ്ട്രി. ഇന്ത്യയിൽ വളർന്നു വന്നിരുന്ന കുടിൽ വ്യവസായത്തെ ഇത് നശിപ്പിച്ചു കളഞ്ഞു. ലൈവ്ലിഹുഡ് ഓഫ് ദ തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻസ് വാസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ്. ഏതാണ്ട് ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതോപാധി ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഇറ്റ് ലെഡ് ദ സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇത് ഇന്ത്യൻ എക്കോണമിയുടെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നയിച്ചു. നോ ഇംപ്രൂവ്മെന്റ് ഇൻ ഇന്ത്യസ് GDP. ഇന്ത്യയുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ ഇത് യാതൊരുവിധ ചലനവും സൃഷ്ടിച്ചില്ല. കാരണം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഗുഡ്സ് ആൻഡ് പ്രൊഡ്യൂസർ ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഒരു ആഭ്യന്തര വിപണിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, GDP എന്ന് പറയുന്നത്. ഇത് ഇന്ത്യൻ GDPക്ക് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ദ ബ്രിട്ടീഷ് നെവർ അറ്റംപ്റ്റഡ് കാൽക്കുലേറ്റ് ഇന്ത്യസ് നാഷണൽ ഇൻകം ഓർ പെർ ക്യാപിറ്റ ഇൻകം. ബ്രിട്ടീഷുകാർ ഒരിക്കലും ഇന്ത്യയുടെ ഒരു നാഷണൽ ഇൻകമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റ ഇൻകമോ ഇതൊന്നും തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തില്ല. ഇതൊക്കെയായിരുന്നു 2-fold ഒബ്ജക്റ്റീവ്സിന്റെ ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ, അതിന്റെ എഫക്റ്റ്, അതിന്റെ റിസൾട്ട് ഇതായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ആർ ദ റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഒരു 80-90% ഇതിന് സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റീസൺ ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യം സംഭവിച്ചത് കാർഷിക മുരടിപ്പാണ്. ബ്രിട്ടീഷുകാർ ക്യാഷ് ക്രോപ്സ് കൂടുതലായി കർഷകരോട് കൃഷി ചെയ്യാൻ പറയുകയും അതേപോലെ തന്നെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്യുന്നത് കുറയ്ക്കാൻ പറയുക. അതിൻ്റെ പേരിൽ അവർക്കിടയിൽ വലിയ സമ്മർദ്ദം ബ്രിട്ടീഷുകാർ ചെലുത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിച്ചു? ഒന്ന്, എക്സ്പ്ലോയിറ്റീവ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ചൂഷണാത്മകമായ ഭൂനികുതി വ്യവസ്ഥ. അതായത് റൈറ്റ് വാരി, മഹൽവാരി, ജമീന്ദാരി സിസ്റ്റം. ഈ 3 സിസ്റ്റംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം. ഇത് യഥാക്രമം ഏതൊക്കെ മേഖലകളിലാണ് നടപ്പിലാക്കിയത്? ജമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കിയത് ഈസ്റ്റേൺ ഇന്ത്യയിലാണ്, എസ്പെഷ്യലി ബംഗാൾ.
മഹൽവാരി നോർത്ത് ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്, റായ്റ്റ് വാരി സൗത്ത് ഇന്ത്യയിലാണ് നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കിയ വ്യക്തികൾ, വർഷം, ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തോ. ഇത്തരത്തിലുള്ള സിസ്റ്റം ഇന്ത്യയുടെ നികുതി വ്യവസ്ഥയെ, ഇന്ത്യയിലെ കർഷകർക്ക് വലിയ രീതിയിലുള്ള നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. ലോ ലെവൽ ഓഫ് ടെക്നോളജി, മാത്രമല്ല കാർഷിക മേഖലയിൽ ഒരു വലിയ സാങ്കേതിക വിദ്യയൊന്നും ഇന്ത്യ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസർ, കൃത്യമായ രീതിയിലോ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള വളപ്രയോഗങ്ങളല്ല കാർഷിക പുരോഗതിക്കായി നമ്മൾ ഉപയോഗിച്ചത്. ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ഇന്ത്യ വലിയൊരു രാജ്യമാണെങ്കിലും ജലസേചന സൗകര്യത്തിന്റെ പോരായ്മ കൃഷിയെ കാര്യമായി തന്നെ ബാധിച്ചു. ദെൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതായത് ഇന്ത്യയുടെ വിളകളെ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക, അതായത് വിപണിയിൽ ആവശ്യമുള്ള വിളകൾ മാത്രം, അപ്പോൾ ഫുഡ് ക്രോപ്സ്, ക്യാഷ് ക്രോപ്സ് മുതലായവയിൽ ക്യാഷ് ക്രോപ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള കാര്യം. ഇതാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിക്കാനുണ്ടായ കാരണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് എന്നാണ്. ഇവിടെ എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇനി എക്സാമിന് സ്പെഷ്യൽ ഫീച്ചർ അല്ല, ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. അതായത് ഇന്ത്യയുടെ വിദേശ വ്യാപാരം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ളൊരു വിദേശ വ്യാപാരമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇന്ത്യസ് ട്രേഡ് വോളിയം ഗ്രോ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്, അതായത് ഇന്ത്യയുടെ വ്യാപാരം, കച്ചവടം, വിദേശ കച്ചവടം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ വളരുകയാണ് ചെയ്തത്. ദിസ് റിസൾട്ടഡ് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് ഫോർ ഇന്ത്യ, അത് ഇന്ത്യക്ക് വലിയ കയറ്റുമതി ലാഭം ഉണ്ടാക്കി തന്നു എന്നുള്ളത് വാസ്തവമാണ്. ബട്ട് പാരഡോക്സിക്കലി ദിസ് എക്സ്പോർട്ട് സർപ്ലസ് ഡിഡ് നോട്ട് ബെനിഫിറ്റഡ് ഇന്ത്യ, പക്ഷേ ഈ എക്സ്പോർട്ട് സർപ്ലസ്, അതായത് കയറ്റുമതി ചെയ്തതിൽ നിന്ന് ലഭിച്ച ലാഭം ഇന്ത്യക്ക് ഉപകാരപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇൻഫാക്ട് സത്യം പറഞ്ഞാൽ ഇറ്റ് ഹാർമഡ് ദ ഇന്ത്യൻ എക്കോണമി, ഇത് ഇന്ത്യയുടെ വ്യവസായത്തെ തകർക്കുകയാണ് ചെയ്തത്. കാരണം ബിക്കോസ് ഇറ്റ് ക്രിയേറ്റഡ് ഷോർട്ടേജ് ഓഫ് സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലൈക്ക് ഫുഡ് ഗ്രെയിൻസ്, ക്ലോത്ത്, കെറോസിൻ എക്സെട്രസ് ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിൽ ലഭിക്കേണ്ട വസ്തുക്കൾ പോലും ഇന്ത്യ ബ്രിട്ടനിലേക്കും ബ്രിട്ടന്റെ മറ്റ് കോളനികളിലേക്കും കയറ്റുമതി ചെയ്യുകയാണ് ചെയ്തത്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വസ്തുക്കൾ പോലും കയറ്റുമതി ചെയ്തു. ഇത് ഇന്ത്യയിൽ വളരെ വലിയ ദാരിദ്ര്യമാണ് ഉണ്ടാക്കിയത്. ദ എക്സ്പോർട്ട് സർപ്ലസ് വാസ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ബ്രിട്ടീഷ് എക്സ്പെൻഡിച്ചർസ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ദ വാർ എക്സ്പെൻസസ്, അതായത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിട്ട് ലഭിച്ച ഈ വരുമാനം ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ വരുമാനം പോലും ബ്രിട്ടീഷുകാർ നടത്തിയ ഫസ്റ്റ് വേൾഡ് വാറിലെയും സെക്കൻഡ് വേൾഡ് വാറിലെയും എല്ലാം യുദ്ധ ചിലവുകൾക്കായി വക മാറ്റി വെക്കുകയാണ് ചെയ്തത്. അതായിരുന്നു സത്യം. ഇന്ത്യ ബിക്കം എൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ദ മാനുഫാക്ചറിങ് ഗുഡ്സ്. ഇന്ത്യ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുകയും ഫിനിഷ്ഡ് ഗുഡ്സുകൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യമായി മാറി. ദിസ് റിസൾട്ടഡ് ഇന്ത്യ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ. ഇത് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർത്തിക്കൊണ്ടുപോകുന്നതിന് കാരണമായി. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ഇത് കൃത്യമായി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രശാന്ത് ചന്ദ്ര മഹലോനബീസ് ആസ് വെൽ ആസ് ദാദാബായ് നവറോജി, ഇങ്ങനെയുള്ള എക്കണോമിക് തിങ്കേഴ്സിന്റെ പേരുകളും അവരുടെ എഫോർട്ടും നിങ്ങളിവിടെ വായിച്ചിട്ടുണ്ടാവണം. ഇനി ഇന്ത്യയുടെ വ്യവസായ മേഖലയുടെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല വരുന്നത്, അത് ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നോ അഗ്രികൾച്ചർ എന്നൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ അതൊന്ന് വായിച്ചു നോക്കിയാൽ ആ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അത് ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പാക്ട്, ഇൻഡസ്ട്രിയൽ വ്യവസായ മേഖലയുടെ ഇമ്പാക്ട് എന്തായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയേണ്ടത്. ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് മാസീവ് അൺഎംപ്ലോയ്മെന്റ് ഹാപ്പൻഡ്. ഇവിടെ ഇന്ത്യയുടെ കരകൗശല കുടിൽ വ്യവസായ മേഖലകളെല്ലാം തകരുകയാണ് ചെയ്തത്. അതിന് കാരണം മെഷീൻ മെയ്ഡ് ഗുഡ്സ് ഓഫ് ബ്രിട്ടൻസ് വെയർ ചീപ്പർ ദാൻ ദ ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ്. ബ്രിട്ടനിൽ നിന്ന് വരുന്ന മെഷീൻ വെച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ വിലക്കുറവും ക്വാളിറ്റി കൂടുതലുമായിരുന്നു. സ്വാഭാവികമായ ആളുകൾ അത് വാങ്ങുകയും ഇന്ത്യയുടെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി തകരുന്നതിനും കാരണമായി. ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ്, വ്യവസായ മേഖലയിൽ ഇത് വളരെ
ഒരു താഴ്ചയാണ് സംഭവിച്ചത്. ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗാൻ ഡെവലപ്ഡ്, അല്ലെ, അതായത് അത്യാധുനിക വ്യവസായങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. കോട്ടൺ, ജൂട്ട് ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ്. ഈ സമയത്താണ് ഇന്ത്യയുടെ പരുത്തി വ്യവസായം, ചണം വ്യവസായം എല്ലാം വളരെയധികം മുന്നോട്ട് പോകുന്നത്. ലേറ്റർ ദ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഗ്രോ. താമസിയാതെ ഇവിടെ സ്റ്റീൽ വ്യവസായവും ഫെർട്ടൈൽ വ്യവസായവും എല്ലാം, റബ്ബർ എല്ലാം ഇവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി. ഈ സമയത്താണ് ടാറ്റ ഗ്രൂപ്പിന്റെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയും മറ്റു വ്യവസായങ്ങളും എല്ലാം വന്നത്. ഇനി ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിനെ കുറിച്ച്, വിദേശ വ്യാപാരത്തെ കുറിച്ച് ഒരു കുറിപ്പെങ്കാരൻ ചോദിച്ചാൽ എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പറയണം. അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് സൂയസ് കനാൽ ഓപ്പൺ ചെയ്യുന്നത്. സൂയസ് കനാൽ ഓപ്പൺ ചെയ്തത് മൂലം ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിൽ നിന്ന് വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനും കടത്തി വിടാനൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പൊ സൂയസ് കനാൽ വഴി ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഫോർ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കമ്മോഡിറ്റീസ് വളരെ എളുപ്പത്തിൽ ബ്രിട്ടൻ എന്ത് ചെയ്യാൻ പറ്റും, യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ അവരുടെ കോളനികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അതിനുവേണ്ടി വലിയ ഒരു എന്താ പറയുക മുതൽ മുടക്ക് തന്നെയാണ് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ നടത്തിയത്. അത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ ഒരിക്കലും ഇന്ത്യയുടെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുകയാണെങ്കിൽ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസ്മിഷൻ, അതായത് ജനസംഖ്യ വളരുന്നതിനനുസരിച്ച് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിലും ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. ജനസംഖ്യയുടെ വളർച്ചയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺട്രീസ്, ദ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി അണ്ടർ ഡെവലപ്ഡ്, ഒരു വികസിത രാജ്യമല്ല, വികസ്വര രാജ്യവുമല്ല, അവികസിത രാജ്യം, അതായത് ഒട്ടും തന്നെ വികസനമില്ലാത്ത ഒരു രാജ്യമായിരിക്കും. ഇവിടെ ആ സമയത്ത് അഗ്രേറിയൻ എക്കോണമിയാണ്, കാർഷിക സമ്പദ് വ്യവസ്ഥയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ അണ്ടർ ഡെവലപ്ഡ് ആണ്. കാരണം ഇന്ത്യയിൽ ഒരു 80% ആളുകളും, 80%-ലധികം ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചു പോകുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന്റെ പ്രത്യേകത, അല്ലെ, ബോത്ത് ബർത്ത് ഡേറ്റും ഡെത്ത് റേറ്റും ഇവിടെ ഈക്വൽ ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയാ. ഇവിടെ ഇപ്പോൾ ഒരാൾ മരിക്കുന്നെങ്കിൽ മറ്റൊരാൾ ജനിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ ജനിക്കുന്നെങ്കിൽ മറ്റൊരാൾ മരിക്കുന്നു. 100 പേര് ജനിക്കുമ്പോൾ 100 പേര് മരിക്കുന്നു. ഈ ഒരു ഈക്വാലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ജനസംഖ്യയിൽ കാര്യമായൊരു വളർച്ച ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യ സെക്കൻഡ് സ്റ്റേജിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സമയത്താണ് ഡെവലപ്പിംഗ് ആയിട്ട് മാറുന്നത്, ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് നമ്മൾ മാറുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡെത്ത് റേറ്റ് കുറയും, മരണനിരക്ക് കുറയും. ഇറ്റ് ഈസ് ബിക്കോസ് ഇവിടെ ഹെൽത്ത് ഫെസിലിറ്റീസും മറ്റ് മേഖലകളുടെ ഒക്കെ വളർച്ചയൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഡെത്ത് റേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ബർത്ത് റേറ്റ് വേണ്ട വിധം നമ്മൾ ഈ സമയത്ത് കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അതായത് ഒരാൾ മരിക്കുമ്പോൾ 2 പേര് ജനിക്കുന്നു അല്ലെങ്കിൽ 3 പേര് ജനിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിവേഗത്തിൽ ഒരു രാജ്യം വികസ്വരമായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൊഴിൽ ചെയ്യാൻ ധാരാളം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു മേഖലയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം വികസിതമായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇവിടെ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത് കൺട്രോളബിൾ ആണ്. കുറച്ച് രീതിയിലുള്ള ഗ്രോത്ത് മാത്രമേ ബർത്ത് റേറ്റിൽ കാണാൻ പറ്റുള്ളൂ. ഡെത്ത് റേറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ജനസംഖ്യ ഒരു അല്പം കൂടി പിന്നെ ഗ്രോത്ത് ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ സമയത്ത് എല്ലാവിധ സാങ്കേതിക വിദ്യയിലൂടെയും മുന്നോട്ട് പോയി ജനങ്ങൾ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട്, അതായത് എല്ലാവിധ വിദ്യാഭ്യാസ ആരോഗ്യ പരിശീലനങ്ങൾ ലഭിച്ച വ്യക്തികളായിരിക്കും ഈ രാജ്യത്ത് ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ഒരു വികസിത രാജ്യം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 3 സ്റ്റേജും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഒക്യുപ്പേഷൻ സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിക്കുക. ഒക്യുപ്പേഷൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ 3 മേഖലകളാണുള്ളത്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷ്യറി സെക്ടർ. ഓൾറെഡി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകൾ നമുക്കിത് അറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ടറാണ്, കാർഷിക മേഖലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി, വ്യവസായ മേഖലയാണ്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര. പല തരത്തിലുള്ള സേവനങ്ങളെയാണ് നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ 3 സെക്ടറുകൾ പരിശോധിച്ചാൽ അഗ്രികൾച്ചർ ആയിരുന്നു ഏറ്റവും കൂടുതൽ
സർവീസ് സെക്ടർ പിന്നീട്, അതേപോലെ തന്നെ മാനുഫാക്ചർ വളരെ കുറവ്. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. ഇനി ഈ ചാപ്റ്ററിൽ ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ബ്രിട്ടീഷ് ഹാഡ് ദെയർ ഓൺ സെൽഫിഷ് മോട്ടീവ് ഇൻ ദ ഡെവലപ്പിംഗ്സ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേ, പോർട്ട്, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാം, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അവരുടെ സെൽഫ് മോട്ടീവ് ആയിരുന്നു. അതായത് അവർക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവണം. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കൾ ഇന്ത്യയുടെ പോർട്ട് വഴി ബ്രിട്ടനിലേക്ക് അയക്കണമെങ്കിൽ ഇന്ത്യയിൽ പോർട്ട് ഡെവലപ്പ് ചെയ്യണം, ഇന്ത്യയിൽ റെയിൽവേ ഡെവലപ്പ് ചെയ്യണം. ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിൽ താമസിക്കുമ്പോൾ അവർക്ക് സ്വന്തം നാടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവൈലബിൾ ആയിരിക്കണം. കറണ്ട് കണക്ഷൻ അത്യാവശ്യമാണ്. വ്യവസായ പുരോഗതിക്ക് കറണ്ട് കണക്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളത് എഴുതാനായിട്ട്. പിന്നെ വളരെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഇന്ത്യൻ റെയിൽവേ. 1850 ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇറ്റ് കണക്ട്സ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് വിത്ത് മാർക്കറ്റ്, ദെയർ ബൈ ലീഡിങ് ദ ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഇത് ഉൽപാദന കേന്ദ്രത്തിൽ നിന്നും വിപണിയിലേക്ക് വസ്തുക്കൾ എത്തിക്കാനും ആസ് വെൽ ആസ് രണ്ടുപേർക്കും, അതായത് കാർഗോ ട്രാൻസ്പോർട്ടേഷനും ഓക്കെയാണ്, അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ഇതുകൊണ്ട് ഓക്കെയാണ്. അതേപോലെ തന്നെ ജോഗ്രഫിക്കൽ കൾച്ചറൽ ബാരിയർ ഇവിടെ ഇല്ലാതാവുകയാണ്. എത്ര ദൂരത്തേക്ക് വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ ഇവിടെ ഈ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാർ നൽകിയത് കൊണ്ട് നമുക്കുണ്ടായ ബെനിഫിറ്റ് എന്താണ്? പ്രൊഫിഷ്യൻസി ഇൻ ഇംഗ്ലീഷ് ഹെൽപ്ഡ് us to attain the success. ടാറ്റ എയർലൈൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1932. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമുക്ക് വ്യോമയാന പാതകളൊക്കെ തുറക്കാനൊക്കെ ആയിട്ട് സാധിച്ചത് ഒരു പരിധി വരെ ഇവരുടെ ബ്രിട്ടീഷുകാർ കടന്നു വന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞു തന്നതിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടാവണം. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ടത് റീസൺ ഫോർ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയുടെ മുരടിപ്പ്, അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്, വ്യവസായ മേഖലയുടെ അല്ലെങ്കിൽ ആ വ്യവസായ മേഖലയുടെ പ്രത്യേകത ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്, ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണ കാലഘട്ടത്തിൽ വ്യവസായ മേഖല, ബ്രിട്ടീഷുകാരുടെ കോളനി ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വ്യവസായ മേഖല എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡെമോഗ്രാഫിക് കണ്ടീഷൻ, അതായത് ജനസംഖ്യയിലെ മാറ്റങ്ങൾ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ്, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രത്യേകതകൾ, സാർ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു കാര്യങ്ങൾ. അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ബ്രിട്ടീഷ് ഇൻ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ, വ്യവസായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്, അതിൽ ഇന്ത്യൻ റെയിൽവേ പ്രത്യേകം പഠിച്ചോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായും ഈ ചാപ്റ്ററിൽ നിന്നും വായിച്ചു പോയാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന മാർക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയാനായിട്ട് ഉള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ആദ്യം MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ സംഖ്യ എന്ന് പറയുന്ന ജേണൽ ആരംഭിച്ചത് ആരാണ്, അല്ലെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചത് ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച വർഷം ഏതാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം. അപ്പോൾ അതേ രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ താഴെ നൽകിയിരിക്കുന്നതിൽ തെറ്റായത് കണ്ടെത്തുക എന്നൊക്കെ പറയും. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ തരും. അത് കഴിഞ്ഞ കൊല്ലം മുതൽ കാണുന്ന ഒരു ട്രെൻഡാണത്. അപ്പോൾ അതും ഇതേപോലെ കൃത്യമായിട്ട്, ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1850 ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ചത് 1980 എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിൽ 1850 ശരിയും 1950 തെറ്റുമാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം, ആ തെറ്റായിട്ടുള്ളത് കണ്ടെത്തണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ പറയാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമി 1950 to 1990. അതായത് ഈ ഒരു ചാപ്റ്ററിലാണ് നമുക്ക് ഒരു വലിയ ചോദ്യങ്ങൾ, അതായത് ഫൈനൽ എക്സാം എടുത്ത് നോക്കിയാലും നമ്മളുടെ +1
മോഡൽ എക്സാം എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഓണത്തിൻ്റെ എക്സാമിലൊക്കെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും വലിയ ചോദ്യത്തിൻ്റെ സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ എക്കോണമി ഏതായിരുന്നു എന്നുള്ളതാണ്. ലോകത്ത് 3 തരം എക്കോണമിയാണ് ഉള്ളത്. ഒന്ന് ക്യാപിറ്റലിസം, പിന്നൊന്ന് സോഷ്യലിസം, മറ്റൊന്ന് മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തിൻ്റെ കൺട്രി എവറിത്തിങ് ഷുഡ് ബി ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഓണ്ടർപ്രണേഴ്സ് ഈസ് കോൾഡ് ക്യാപിറ്റലിസം. ഇവിടെ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സോഷ്യലിസ്റ്റ് സംഭവങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസംഷനും ഇവിടെ എല്ലാവരും പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആയിരിക്കും. അതേപോലെ തന്നെ കൺസ്യൂമറിന് ഇവിടെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ട്. കൺസ്യൂമർ സോവറിൻ മാർക്കറ്റാണ് ക്യാപിറ്റലിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോഷ്യലിസം ആണെങ്കിൽ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എല്ലാവരും കൺട്രോൾ ചെയ്യുന്നത് കൈകാര്യം ചെയ്യുന്നത് ഒന്നിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനിങ് അതോറിറ്റി ആയിരിക്കുള്ളൂ അത് കൈകാര്യം ചെയ്യും. അതാണ് സോഷ്യലിസം. മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് രണ്ടിൻ്റെയും മിക്സ് ആണ്. ഇത് രണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ ഇന്ത്യ ചൂസ് ചെയ്തത് മിക്സഡ് എക്കോണമിയാണ്. അപ്പോൾ എന്താണ് മിക്സഡ് എക്കോണമിയുടെ ഇന്ത്യ എടുക്കാനുണ്ടായ കാരണം? വാട്ട് ഈസ് ദ റീസൺ ഫോർ ചൂസിങ് ഇന്ത്യ ആസ് മിക്സഡ് എക്കോണമി? ഇന്ത്യ എന്തുകൊണ്ട് ഒരു മിക്സഡ് എക്കോണമി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയാൻ കാരണം, സോഷ്യലിസം ബിക്കം പോപ്പുലർ ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധ ശേഷം രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് സോഷ്യലിസം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്ന ഒരു ആശയം നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് കാരണമായി. മോസ്റ്റ് ലീഡേഴ്സ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഹാഡ് സോഷ്യലിസ്റ്റ് ബയാസ്. പിന്നീട് ഈ സ്വാതന്ത്ര്യം കിട്ടി വന്ന ഒട്ടുമിക്ക രാജ്യങ്ങളും സോഷ്യലിസം സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അറ്റ് ദ സെയിം ടൈം ദേ വാണ്ട് ടു അവോയ്ഡ് ദ ഡെഫിഷ്യൻസീസ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. എന്നാൽ ക്യാപിറ്റലിസത്തിൻ്റെയും സോഷ്യലിസത്തിനും മോശം വശങ്ങളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ട്. അപ്പോൾ സോഷ്യലിസം കംപ്ലീറ്റ് ആയിട്ട് എടുത്താൽ സോഷ്യലിസത്തിന് മോശം വശങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. ക്യാപിറ്റലിസം കംപ്ലീറ്റ് എടുത്താൽ ക്യാപിറ്റലിസത്തിന് മോശം വശങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കുകയാണെങ്കിൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ മാത്രം എടുത്താൽ ദാറ്റ് വിൽ ബിക്കം മിക്സഡ് എക്കോണമി. അതൊരു മിക്സഡ് എക്കോണമി ആയിരിക്കും. ലീഡേഴ്സ് ലൈക്ക് ജവഹർലാൽ നെഹ്റു അഡോപ്റ്റഡ് ദ മിക്സഡ് എക്കോണമി മോഡൽ. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാർ മിക്സഡ് എക്കോണമിയാണ് സ്വാഗതാർഹം അല്ലെങ്കിൽ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത എന്താണ് നോക്കിയേ. ഇന്ത്യയുടെ മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകത സെപ്പറേറ്റ് ചോദ്യം ചോദിക്കും. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ മിക്സഡ് എക്കോണമിയുടെ ഫീച്ചേഴ്സ് എന്താണ്? ദ പബ്ലിക് സെക്ടർ വിൽ പ്ലേ ഡോമിനന്റ് ആൻഡ് ലീഡർഷിപ്പ് റോൾ. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത് ഏതൊരു സാമ്പത്തിക പ്രവർത്തനത്തിനും. പ്രൈവറ്റ് സെക്ടർ വിൽ ഓൾസോ പ്ലേ ആൻ ആക്റ്റീവ് റോൾ ബട്ട് ഇറ്റ് വിൽ ബി റെഗുലേറ്റഡ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെന്റ്. സ്വകാര്യ മേഖലയും പൊതുമേഖല പോലെ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ ആ സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കുന്നതും നടത്തിക്കൊണ്ടു പോകുന്ന അതിൻ്റെ പ്രവർത്തനത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്നതും ഗവൺമെന്റ് തന്നെ ആയിരിക്കും. ദ എക്കോണമി വിൽ കോംപ്രഹെൻസീവ്ലി പ്ലാൻ. ഇവിടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായിരിക്കും ഒരു മിക്സഡ് എക്കോണമിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ. അപ്പോൾ ഇന്ത്യൻ മിക്സഡ് എക്കോണമിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ ഒരു പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചു. പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലുള്ള പരീക്ഷകൾ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്, പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് മുതലാണ്, പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്, പ്ലാനിംഗ് കമ്മീഷന് കൃത്യമായ ഒരു സ്ട്രക്ചർ കൊടുത്തത് ആരാണ്, അത് വേറെ ആരുമല്ല പ്രശാന്ത് ചന്ദ്ര മഹലോനബീസ് ആണ്. അദ്ദേഹം ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേര് ISI സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ജേർണൽ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് സംഖ്യ എന്നായിരുന്നു. ഇത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് തുടക്കത്തിൽ വരുന്ന 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഓക്കെ, ഹു ഈസ് ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? അത് ഗവർണർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു തരും. വലിയ പ്രൈം മിനിസ്റ്ററാണ്. അതേപോലെ ഇത് ആരംഭിച്ച വർഷം 1950, അല്ലെങ്കിൽ ഇത് പ്രവർത്തിച്ച വർഷം, അല്ലെങ്കിൽ 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇതെല്ലാം ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങളായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. വാട്ട് ആർ ദ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ? പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. എന്താണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല, GDPയുടെ വളർച്ച, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ രാജ്യം നേടുന്ന വളർച്ചയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് അഗ്രികൾച്ചർ സെക്ടർ ആവാം,
പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആവാം, സർവീസ് സെക്ടർ ആവാം. ഈ 3 സെക്ടറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ഉൽപാദനം രാജ്യത്തിന്റെ ആഭ്യന്തര വിപണിക്കകത്ത് കൂടുന്നുണ്ടെങ്കിൽ രാജ്യം പുരോഗമിക്കുന്നു എന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് ലക്ഷ്യം. പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ലക്ഷ്യം ഇറ്റ്സ് ഗ്രോത്ത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ കാലാന്തരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ 1991 ഒരു പ്രദേശം എങ്ങനെയാണോ 2017 വരുമ്പോൾ എത്രത്തോളം അത് മാറി, അത് സൂചിപ്പിക്കുന്നത് അതിന്റെ മോഡേണൈസേഷൻ, ആധുനികവൽക്കരണമാണ്. മോഡേണൈസേഷൻ മീൻ അഡോപ്റ്റിംഗ് ദ മോഡേൺ ടെക്നോളജി. മോഡേണൈസേഷൻ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറുമ്പോഴാണ് ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നത്. മോഡേണൈസേഷൻ ഓഫ് ഫാം ഫാക്ടറി സർവീസസ് റൈസസ് ദ പ്രൊഡക്ടിവിറ്റി. അത് ഫാം ആയിക്കോട്ടെ, ഫാക്ടറികളായിക്കോട്ടെ, അല്ലെങ്കിൽ സർവീസ് സെക്ടർ ആയിക്കോട്ടെ, ഈ ഏത് മേഖലയിലെയും പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നത് മോഡേണൈസേഷൻ വരുമ്പോഴാണ്. ഇന്ത്യസ് 5-year പ്ലാൻ കൺസിസ്റ്റന്റ്ലി എയിംഡ് അറ്റ് മോഡേണൈസിങ് ദ എക്കോണമി. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി നല്ല രീതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത് മോഡേണൈസേഷൻ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് മറ്റൊരു ലക്ഷ്യം. സെൽഫ് റിലയൻസ്. സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോർ എ കൺട്രി, ഒരു രാജ്യത്തിന് വേണ്ടി സെൽഫ് റിലയൻസ് മീൻസ് ലേയിങ് ഓൺ റിസോഴ്സസ് ഫോർ ഡെവലപ്മെന്റ്. OWN സ്വന്തം. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വന്തം റിസോഴ്സുകളെ വളർച്ചയ്ക്കായി ഉപയോഗിക്കണം എന്ന് പറയുന്നതിനെയാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതേപോലെ തന്നെ ഇവിടെ ഇക്വിറ്റി, തുല്യത. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഒരേപോലെ ഗ്രോത്ത്, തുല്യത ഉണ്ടാകത്തുള്ളൂ. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് become meaningless in the absence of equity. ഈ പറഞ്ഞ വളർച്ചയുണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ഉണ്ട്, ഇതിനൊന്നും അർത്ഥമില്ലാണ്ടാവും. ഈ രാജ്യത്ത് വലിയവൻ ചെറിയവൻ എന്ന വ്യത്യാസം നിലനിൽക്കുന്നെങ്കിൽ അക്കാര്യം രാജ്യം അപ്പോൾ സമ്പന്നമല്ല എന്ന് പറയേണ്ടി വരും. ഇറ്റ് ഈസ് പോസിബിൾ ദാൻ ദ എക്കോണമീസ് മേ അച്ചീവ് ഹൈ ഗ്രോത്ത് അറ്റൈനിങ് മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് യെറ്റ്. പക്ഷെ ഇത് നമുക്കൊരു ഇക്വാലിറ്റി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മോഡേണൈസേഷനും സെൽഫ് റിലയൻസിലൂടെയുള്ളൊരു ഗ്രോത്ത് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഇമ്പാക്ട് ഓഫ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഓൺ ദ ബേസിസ് ഓഫ് ഫസ്റ്റ് 7 5-year പ്ലാൻ 1951 to 1990 ഇൻ ആൻ എക്കോണമി. ഇതൊരു ചോദ്യമാണ്. അതായത് കാർഷിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതി വെക്കണം. പക്ഷെ ചോദ്യം ചിലപ്പോൾ എക്സാമിന് ചോദ്യം വരുന്നത് ഇതായിരിക്കുള്ളൂ. വാട്ട് ആർ ദ മേജർ ഇനീഷ്യേറ്റീവ്സ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ ഫോർ ദ പ്രോഗ്രഷൻ ഓഫ് അഗ്രികൾച്ചർ. കാർഷിക മേഖലയുടെ പുരോഗതിക്കായിട്ട് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ലാൻഡ് റീഫോംസ്, മറ്റൊന്ന് ഗ്രീൻ റെവല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ലാൻഡ് റീഫോംസ്? വളരെ സിമ്പിളായി പറഞ്ഞു, ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ധാരാളം ഭൂമിയുണ്ട്. ഈ ഭൂമി, ധാരാളം നിലനിൽക്കുന്ന ഈ ഭൂമി വലിയ വലിയ ജമീന്ദാർമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും കൈകളിലാണ്. ഇവരുടെ കൈകളിൽ അതിരുന്നത് കൊണ്ട് രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സർക്കാർ ക്രമാതീതമായി കൈവശമുള്ള പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് സാധുജനങ്ങൾക്ക്, എസ്പെഷ്യലി ഫാർമേഴ്സിന് വീതിച്ച് നൽകുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് റീഫോംസ്. ഇറ്റ് അബോളിഷ്ഡ് ദ ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദ ടില്ലർ. സാധാരണക്കാരായ കർഷകന് ഭൂമി കൊടുക്കുകയാണ്. അതിനെന്താ ചെയ്യുന്നത്? ഫിക്സ് സീലിംഗ് ഓൺ അഗ്രികൾച്ചർ ഹോൾഡിംഗ് ആൻഡ് ഡിക്ലെയറിംഗ് ലാൻഡ് എബോവ് ദ സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്. ഒരു ആൾക്ക് ഇത്രയും ഭൂമി വരെ ആവാം, കാർഷിക ഭൂമി വരെ കൈവശം വെക്കാം. അതിൽ കൂടുതൽ ചിലപ്പോൾ ഒരാൾ 50 ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കും. ശരിക്കും ഒരാൾ 20 ഏക്കർ വെച്ചാൽ മതി. അപ്പോൾ 30 ഏക്കർ അമിതമായ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ 20 ഏക്കർ അദ്ദേഹത്തിന് എടുത്തോളം പറഞ്ഞിട്ട് ബാക്കി 30 ഏക്കർ പിടിച്ചെടുത്ത് ഓരോ കർഷകർക്കും 50 സെന്റോ 10 സെന്റോ 20 സെന്റോ വെച്ച് വീതിച്ചങ്ങ് കൊടുക്കും. ഇതാണ് ലാൻഡ് റീഫോംസ് എന്ന് പറയുന്നത്. ലാൻഡ് റീഫോംസ് വെർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ഇൻ സ്റ്റേറ്റ്സ് ലൈക്ക് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിൽ ഇത് വളരെ സക്സസ്ഫുള്ളി ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഇതൊരു ഇംപ്ലിമെന്റേഷൻ സാധ്യമായത് കേരളത്തിലും വെസ്റ്റ് ബംഗാളിലും ആയിരുന്നു. ഇനി ഗ്രീൻ റെവല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹരിത വിപ്ലവം. അത് വേറെ ഒന്നുമല്ല, സാധാരണ ട്രഡീഷണൽ ഫാമിംഗ് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് പുരോഗതി നേടാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സർക്കാർ അത്യാധുനിക കാർഷിക രീതികൾ ഇന്ത്യയിലുള്ള കർഷകരെ പഠിപ്പിക്കുകയും അവരത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പുത്തൻ കണ്ടെത്തലുകൾ
സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഗവേഷണത്തിലൂടെയുള്ള ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് അഥവാ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും വിത്തിനങ്ങളും പ്രോപ്പർ ഇറിഗേഷൻ ഫെസിലിറ്റീസിലൂടെയും എല്ലാം വളർത്തിയെടുത്ത ഒരു സംഭവമായിരുന്നു ഗ്രീൻ റവല്യൂഷൻ. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ വാസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ ഇന്ത്യയുടെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ എം.എസ്. സ്വാമിനാഥനായിരുന്നു എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം. എക്സാമിന് അത് 1 മാർക്കിനുള്ള ചോദ്യമാകാം. ഇനി ഇവിടെ ഗ്രീൻ റവല്യൂഷന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും ഗ്രീൻ റവല്യൂഷന്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചോദിച്ചാലും ഈ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. ഇത് എഴുതിയാൽ മതി. യൂസ് ഓഫ് ഹൈ ഈൽഡ് വെറൈറ്റി HYV സീഡ്സ്, ഇവിടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളാണ് ഉപയോഗിക്കുന്നത്. യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ്സ്, ഇവിടെ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിക്കുന്നു. യൂസ് ഓഫ് മോഡേൺ ഇംപ്ലിമെന്റ്സ് ലൈക്ക് ട്രാക്ടർ, പമ്പ് സെറ്റ് എക്സെട്ര, ഇവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അത്യാധുനിക ഉപകരണങ്ങളാണ്. ട്രാക്ടറും മറ്റ് പമ്പ് സെറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇറിഗേഷൻ, ജലസേചനം കാര്യമായി ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ പറ്റിയ നല്ല വിപണി ഇവിടെ കേന്ദ്രീകൃതമാകുന്നു. അതേപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫോർ ദ ഫാമേഴ്സ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മാത്രമല്ല അനുവദിക്കുന്നു വായ്പകൾ, കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഇവിടെ വായ്പകൾ അനുവദിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത് ഗ്രീൻ റവല്യൂഷന്റെ ബെനിഫിറ്റ് ആണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതേപോലെ തന്നെ മോഡേൺ ഇംപ്ലിമെന്റ് ട്രാക്ടറുകൾ, ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, പ്രോപ്പർ മാർക്കറ്റ്. അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും പോയിന്റ്സുകൾ നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇത് ബിക്കം ദ സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ്, ഇന്ത്യ ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ വഴിയൊക്കെ ഇവിടെ ധാന്യങ്ങൾ എത്തിക്കാനായിട്ട് വരെ സാധിച്ചു അല്ലെ. എനേബിൾഡ് ഗവൺമെന്റ് ടു ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക്, ഗവൺമെന്റിന് ധാന്യങ്ങൾ സംഭരിച്ചു വെക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. റെഡ്യൂസ് ദ ഫുഡ് ഗ്രെയിൻസ് ബെനിഫിറ്റ് ഫോർ ദ പുവർ, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞത്, സാധാരണക്കാരന് അരി ലഭിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇതൊക്കെ നമുക്ക് എഴുതി വെക്കാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പോരായ്മ അത് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് വേണം. ഒന്നാമത്തെ കേസ്, ഇവിടെ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ, പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം കൂടുന്നു. HYV ക്രോപ്സ് പ്രോൺ അറ്റാക്ക് ഫ്രം ദ ഇൻസെക്ട് ആൻഡ് പെസ്റ്റ്, അതായത് കീടങ്ങളുടെയും അല്ലെങ്കിൽ ഷഡ്പദങ്ങളുടെയൊക്കെ ആക്രമണം ഇതിനെ വല്ലാതെ നേരിടുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറും കെമിക്കൽ പെസ്റ്റിസൈഡ്സും ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ഇതൊരു വീറ്റ് റവല്യൂഷൻ എന്നതിനെ പുച്ഛിച്ച് പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ കൂടുതലും ഇത് കൊടുക്കുന്നത് വീറ്റ്, ഗോതമ്പ് ഉൽപ്പാദനം അല്ലെങ്കിൽ ഗോതമ്പ് കർഷകർക്കുള്ള ബെനിഫിറ്റ് ആയിട്ടാണ് ആദ്യം ഇത് എല്ലാവരും കണക്കാക്കിയത്. അപ്പം അങ്ങനെ ഒരു പോരായ്മയുണ്ട്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ മെഷീനറി കൂടുതലായിട്ട് വരുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അഗ്രികൾച്ചർ സബ്സിഡിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, അഗ്രികൾച്ചർ സബ്സിഡി അത് ഗുണമാണോ ദോഷമാണോ? അപ്പം അതിൻ്റെ സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് ഉണ്ട്. സപ്പോർട്ടിങ് ആർഗ്യുമെന്റ്സ് ഒരു 3-4 നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അഗ്രികൾച്ചർ സബ്സിഡി അട്രാക്ട് ദ പീപ്പിൾ, ജനങ്ങളെ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. എസെൻഷ്യൽ ടു എൻകറേജ് ദ ഫാമേഴ്സ് ടു ട്രൈ ന്യൂ മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ, പുതിയ കാർഷിക രീതികൾ, അതായത് പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള കൃഷികൾ ചെയ്യാൻ ജനങ്ങൾ മുന്നോട്ട് വരുന്നത് ഇങ്ങനെ സബ്സിഡിയൊക്കെ കൊടുക്കുമ്പോഴാണ്. പിന്നെ ഇന്നോവേറ്റബിൾ ഇന്ത്യ വേർ ദ അഗ്രികൾച്ചർ ഈസ് എ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഇൻ ബിസിനസ്, ഇന്ത്യയിൽ കൃഷി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സോളാണ്, ഇന്ത്യയുടെ ആത്മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ബിസിനസ് ആയിട്ട് കാണാതെ കർഷകർക്ക് നൽകുന്ന ഒരു സേവനമായിട്ട് കണ്ടുകൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സബ്സിഡീസ് ഹെൽപ്സ് ടു പോർ പീസന്റ് ടു മോഡേൺ അഗ്രികൾച്ചർ ഇൻപുട്ട്, അതായത് പുത്തൻ സാധനങ്ങൾ വാങ്ങിക്കാൻ, കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ പെസന്റ്, സാധാരണക്കാരൻ, കർഷകൻ സഹായിക്കുന്നത് സത്യം പറഞ്ഞ ഇത്തരത്തിലുള്ള സബ്സിഡി കൊടുക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ അതിന് നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റും വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? റിച്ച് ഫാർമേഴ്സ് കോർണർ ദ സബ്സിഡി, പണക്കാരായിട്ടുള്ള ഫാർമേഴ്സ് ഈ സബ്സിഡി വാങ്ങിച്ച് അത് അവരുപയോഗിക്കാണ്ട് അത് കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അവർക്ക് ചെയ്യാം. എ മേജർ പാർട്ട് ഓഫ് ദ ഫെർട്ടൈൽ സബ്സിഡി ഗോസ് ടു ദ ഫെർട്ടൈൽ ഇൻഡസ്ട്രി, വളങ്ങൾ വാങ്ങിക്കാനും മറ്റൊക്കെ വളരെ സബ്സിഡി ഇനത്തിൽ ഗവൺമെന്റ് പണം അനുവദിക്കുമ്പോൾ അതിൻ്റെ ഗുണം കർഷകരെക്കാൾ കൂടുതൽ ഈ വളങ്ങൾ വിൽക്കുന്ന കമ്പനികൾക്കാണ്, അവർക്ക് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സബ്സിഡി നീഡ് നോട്ട് ഗിവൺ വൺസ് ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റഡ് ആൻഡ് അഗ്രികൾച്ചർ മെയ്ഡ് പ്രോഫിറ്റബിൾ, പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്ത് ആ കൃഷി ലാഭത്തിലായാൽ പിന്നെ അഗ്രികൾച്ചർ സബ്സിഡി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിപ്പോഴും ഗവൺമെന്റ് തുടർന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതൊരു പോരായ്മയാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഇവിടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് IPR 1956. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 1956 ഇന്ത്യ ഒരു വ്യവസായ നയം അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യവസായ വളർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള നമ്മുടെ 5 ഇയർ പ്ലാൻ ഒക്കെ ഇമ്പാക്ട് കൊണ്ടുവന്നതൊക്കെ 1956. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ അഡോപ്റ്റഡ് ദ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസ്, നോട്ട് ദ പോയിന്റ്. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് ലഭിക്കും കേട്ടോ. ഇന്ത്യ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസ് ആണ്. എന്താണ്? അക്കോർഡിംഗ് ദിസ് പ്രിൻസിപ്പിൾ കമാൻഡിങ് ഹൈറ്റ്സ് ഓഫ് ദ എക്കോണമി ബേസിക് കീ ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് അയൺ, സ്റ്റീൽ, ക്യാപിറ്റൽ ഗുഡ്സ്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കീ ഇൻഡസ്ട്രീസ്, ഇന്ത്യയിൽ ഏറ്റവും വലിയ വരുമാനം ഉണ്ടാക്കേണ്ട, ഏറ്റവും കൂടുതൽ മുതൽ മുടക്ക് വേണ്ട ഇരുമ്പ് ഉരുക്ക് വ്യവസായം അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റൽ ഗുഡ്സ്, വലിയ വാണിജ്യ വാഹനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ തുറമുഖം, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഡിഫൻസ് മുതലായിട്ടുള്ള വൻകിട ഇൻവെസ്റ്റ്മെന്റുകൾ വേണ്ട എല്ലാ ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് സർക്കാരായിരിക്കും. ഓക്കെ, ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഈ കമാൻഡിങ് ഹൈറ്റ്സ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടായിട്ട് കഴിഞ്ഞിട്ടില്ല. IPR 1956 ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. IPR 1956 അനുസരിച്ച് ഇന്ത്യയുടെ വ്യവസായത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 3 ആയിട്ടാണ്. ഒന്ന്, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. വ്യവസായങ്ങൾ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് തന്നെയായിരിക്കും. വലിയ കീ ഇൻഡസ്ട്രീസ് എല്ലാം, വലിയ വ്യവസായങ്ങളെല്ലാം ഗവൺമെന്റ് തന്നെ നോക്കും. ഇൻഡസ്ട്രീസ് വിച്ച് പ്രൈവറ്റ് സെക്ടർ ക്യാൻ കോ എക്സിസ്റ്റ് വിത്ത് പബ്ലിക് സെക്ടർ ബട്ട് പ്ലേയിങ് ഓൺലി എ സപ്ലിമെന്ററി റോൾ. ഇവിടെ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയോടൊപ്പം പ്രവർത്തിച്ച് വ്യവസായം ചെയ്യാം, പക്ഷെ ഒരു സപ്ലിമെന്ററി റോളാണ്, പകരം വെക്കുക. ഇപ്പോൾ ഒരിടത്ത് ഗവൺമെന്റ് സ്കൂളുകൾ സ്ഥാപിക്കുന്നു. ഗവൺമെന്റ് സ്കൂളുകൾ പര്യാപ്തമല്ല അവിടെയുള്ള എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ. അപ്പോൾ വേണമെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ഒരു പ്രൈവറ്റ് സ്കൂൾ തുടങ്ങാം. അതിന് അനുമതി, ടെൻഡർ ക്ഷണിക്കാം, അവിടെ വേണമെങ്കിൽ തുടങ്ങാം. ഇനി അടുത്തൊരു സ്ഥലം, അവിടെ ആദ്യം ഗവൺമെന്റ്, ഹിയർ ന്യൂ യൂണിറ്റ് വിൽ ബി സെറ്റ് അപ്പ് ഓൺലി ദ പബ്ലിക് സെക്ടർ. എവിടെയാണെങ്കിലും പിന്നീട് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അവിടെയും ഗവൺമെന്റിന്റെ സ്ഥാപനം പര്യാപ്തമല്ല എന്ന് കണ്ടാൽ മാത്രമേ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് വരാൻ പറ്റുള്ളൂ. അത് സ്കൂളുകളായാലും ഹോസ്പിറ്റലായാലും മറ്റെന്ത് സ്ഥാപനമാണെങ്കിലും. റിമൈനിങ് ഇൻഡസ്ട്രീസ് വെർ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ടു ദ പ്രൈവറ്റ് സെക്ടർ. ബാക്കിയുള്ള വ്യവസായങ്ങൾ, ഇപ്പോൾ ബിസ്ക്കറ്റ് കമ്പനി, തുണി കമ്പനി, ജ്വല്ലറി, സിനിമാ വ്യവസായം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വലിയ ഉപദ്രവമില്ലാത്ത വ്യവസായങ്ങളെല്ലാം പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ദേ വിൽ ബി കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്. എന്നാൽ ഈ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും കൃത്യമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് പരിശോധിക്കുന്നത് രാഷ്ട്രമായിരിക്കും. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചത് രാഷ്ട്രമായിരിക്കും. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ? നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 1955 സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി കാർവേ കമ്മിറ്റി കേട്ടോ. ഇത് ഉറപ്പായിട്ടും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇന്ത്യയിൽ അനുവദിച്ചു, 1956 അനുവദിച്ചു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാവുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വളരെ കുറഞ്ഞ ക്യാപിറ്റൽ അഥവാ മൂലധനം മതി എന്നുള്ളതാണ് മറ്റൊരു ഗുണം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇൻറ്റൻസീവ്. കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ഗുണം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ യൂസ് ലോക്കൽ ഡൊമസ്റ്റിക് റിസോഴ്സസ്. നമുക്ക് തദ്ദേശമായിട്ടുള്ള വിഭവങ്ങളെ ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നൊരു മറ്റൊരു ഗുണമുണ്ട്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹെൽപ്പ് വില്ലേജ് ഡെവലപ്മെന്റ്. ഗ്രാമങ്ങളുടെ വികസനത്തിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു. എക്കോ ഫ്രണ്ട്ലിയാണ്, പരിസ്ഥിതി സൗഹാർദ്ദപരമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ. പിന്നെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൃഷിക്കും ഇത് ഗുണം ചെയ്യുന്നു എന്നൊരു ഗുണമുണ്ട്. പിന്നെ ഇതിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സബ്സിഡിയും റിബേറ്റും കൊടുക്കുന്നത് ഗവൺമെന്റിന് ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഓവർ പ്രൊട്ടക്ഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അഡ്വേഴ്സ്ലി എഫക്ട് ടു ദ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി. ധാരാളമായി നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ സഹായിക്കുമ്പോൾ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയാണ് അവിടെ തകരുന്നത്. മെനി ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ബാക്ക്വേർഡ് ഏരിയാസ് സഫർ ദ പവർ ഷോർട്ടേജ്. അതായത് മിക്ക വ്യവസായങ്ങളും ഗ്രാമങ്ങളിൽ ആരംഭിക്കുന്നത് കൊണ്ട് വേണ്ടത്ര വൈദ്യുതി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈദ്യുതിക്ക് ഷോർട്ടേജ് സംഭവിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു പ്രോപ്പർ മാർക്കറ്റ് ഇല്ല, ഇത് വിറ്റഴിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർ മാർക്കറ്റ് ഇല്ല എന്നൊരു കുറവും ഇവിടെ കാണും. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഇനി ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ പറയുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നല്ല, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ട്രേഡ് പോളിസി ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം, അല്ലെങ്കിൽ 1956 എന്ന് തന്നെ പറയും. ഇന്ത്യയുടെ 1956 ഇന്ത്യയുടെ വ്യവസായ നയം ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. എന്താണെന്നറിയാം, ഇറക്കുമതി ബദൽ എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്
ഫോറിൻ ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവിടേക്കുള്ള ഇമ്പോർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിദേശത്തുള്ള വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കി പകരം സ്വദേശത്തുള്ള വസ്തുക്കളെ വെച്ച് അത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വിദേശത്ത് ധാരാളം വലിയ വൻകിട കാർ കമ്പനികളുണ്ട്. അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നില്ല. പകരം ഇന്ത്യയിൽ തന്നെ അത്രയും സാങ്കേതികവിദ്യ ഇല്ലെങ്കിലും ടെക്നോളജി ഇല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള കാർ നമ്മുടെ രാജ്യത്തിന് ഉൽപ്പാദിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നതിനാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫാന്റ് ഇൻഡസ്ട്രീസ് ആണ്. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന ചെറുകിട കമ്പനികളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അതിനുവേണ്ടി നമ്മൾ ചെയ്ത 2 കാര്യങ്ങളാണ് താരിഫ് ആൻഡ് കോട്ട. ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് താരിഫും കോട്ടയും. എന്താണ് താരിഫ്? താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു വസ്തു, ഒരു വിദേശ ഉൽപ്പന്നം, സ്വാഭാവികമായും അതിന് റേറ്റ് വളരെ കുറവും ഗുണം കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ പ്രോഡക്റ്റുമായിട്ട് അത് കോമ്പറ്റേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ആ പ്രോഡക്റ്റിന്റെ വിൽപ്പന രാജ്യത്ത് കൂടുതലായി സംഭവിച്ചേക്കാം. അതൊഴിവാക്കാൻ വിദേശ വസ്തുക്കൾ ഇറക്കുമതി ചെയ്തേ പറ്റുമെങ്കിൽ ഇവിടെ പറയാനുള്ളത് ആ വസ്തുവിന് താരിഫ് ഏർപ്പെടുത്തുന്നു. അപ്പോൾ യഥാർത്ഥ വില, ആക്ച്വൽ പ്രൈസ് പ്ലസ് താരിഫ്, ഇങ്ങനെ വരുമ്പോൾ ആ വിദേശ വസ്തുവിന് ഇന്ത്യൻ ഉൽപ്പന്നത്തേക്കാൾ വില കൂടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സോപ്പിന് 20 രൂപയാണ് വില എന്ന് വിചാരിക്കാം. വിദേശ സോപ്പിന് 15 രൂപയും ഉള്ളൂ. അപ്പോൾ 15 രൂപയുടെ വിദേശ സോപ്പായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യത. എന്നാൽ 15 രൂപയുള്ള വിദേശ സോപ്പിന് 15 രൂപ താരിഫ് ഏർപ്പെടുത്തിയാൽ 30 രൂപ അതിന് വില വരും. അപ്പോൾ നമ്മൾ 30 രൂപയുടെ വിദേശ സോപ്പായിരിക്കും ഉപയോഗിക്കുക, അതോ 20 രൂപയുടെ സ്വദേശ സോപ്പായിരിക്കുമോ? സ്വാഭാവികമായിട്ടും 20 രൂപയുടെ സ്വദേശത്തുള്ള സോപ്പല്ലേ. ഇതാണ് താരിഫ് എന്ന് പറയുന്നത്. കോട്ട എന്ന് പറയുന്നതിനും അത് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരളവ് വെക്കും. ഒരു വർഷം 50 എണ്ണം, അല്ലെങ്കിൽ ഒരു വർഷം 20 എണ്ണം, അല്ലെങ്കിൽ ഒരു വർഷം 100 എണ്ണം, അതിൽ കൂടുതൽ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഇതെല്ലാമായിരുന്നു ഇന്ത്യയുടെ വ്യവസായ നയം. സ്വാഭാവികമായും ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഇൻഡസ്ട്രിയൽ പോളിസി ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസി, വ്യവസായ നയം, ഇത് കൊണ്ടുണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ബെനഫിറ്റുകൾ എന്തൊക്കെയാണ്, നമ്മുടെ GDP വളരെയധികം കൂടി എന്നുള്ളതും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതും കോമ്പറ്റീഷനിൽ നമ്മുടെ ഇൻഡസ്ട്രികളെ സംരക്ഷിക്കാൻ പറ്റി എന്നുള്ളതും നമുക്കൊരു ഇൻഡോജീനിയസ് ഗ്രോത്ത് ഉണ്ടായതെല്ലാം നമ്മളുടെ ഒരു ബെനിഫിറ്റ് ആണെങ്കിൽ ഇവിടെ ഡെഫിഷ്യൻസി, പോരായ്മ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, ലൈസൻസ് പെർമിറ്റ് രാജ്, ഒരു ഉൽപ്പന്നം കൊണ്ടുവരുന്നതിലൂടെ ലൈസൻസ് പെർമിറ്റ് രാജ് കൊണ്ടുവന്നപ്പോൾ ഇവിടെ റെഡ് ടാപ്പിസം, അതായത് സംരംഭകർക്ക് ഇവിടെ വളരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കോമ്പറ്റീഷൻ ഇല്ലാതെ വന്നപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയാണ് അവിടെ വീഴുന്നത്. മാത്രമല്ല പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് വളരെയധികം ഉഴപ്പിലൂടെ മുന്നോട്ട് പോയപ്പോൾ അത് നമ്മുടെ വ്യവസായ നയത്തെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചു. ഇതൊക്കെയാണ് ഇതിന്റെ പോരായ്മ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് എന്ന് പറയുന്നത് IPR 1956 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗ്രീൻ റെവല്യൂഷന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, അഗ്രികൾച്ചർ സബ്സിഡിയുടെ നെഗറ്റീവ് ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റും, ഗോൾസ് ഓഫ് 5-year പ്ലാൻ, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി, അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങൾ, താരിഫ്, കോട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇന്ത്യയുടെ മിക്സഡ് എക്കോണമിയുടെ പ്രത്യേകതയും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ തിയറി ഭാഗത്ത് നിന്നും വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായി നോക്കി എക്സാമിന് പോയാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ എക്കണോമിക്സിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ കാര്യങ്ങളും നന്നായി നിങ്ങൾ പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.